ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചുപൊട്ടിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ഇത്ര ടഫായിട്ട് മാറുന്നത്, ഇനി ടഫായ ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് സിമ്പിളാക്കി മാറ്റാം, ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓണപരീക്ഷയിൽ കൃത്യമായിട്ട് എഴുതാൻ കഴിയാതെ മാർക്ക് കുറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ചങ്ക് സുഹൃത്തുക്കൾക്കും, അതേപോലെ തന്നെ നന്നായിട്ട് എഴുതി നല്ല മാർക്കൊക്കെ കിട്ടിയ നിങ്ങളുടെ ചങ്ക് സുഹൃത്തുക്കൾക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് ഇറക്കാം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഏത് ടഫ് ക്വസ്റ്റ്യൻസുകളും വളരെ സിമ്പിളാക്കി മാറ്റാനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. സാധാരണയായിട്ട് നമ്മൾ പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ് മുതലേ നമ്മൾ എന്താണ് ഈ ചോദ്യ പേപ്പറുകളൊക്കെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ പെട്ട് വരുന്ന കാലം മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അങ്ങോട്ട് വായിക്കുന്നു. ശരിയല്ലേ? ക്വസ്റ്റ്യൻ വായിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ ഏത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം അതിനുള്ള വഴികൾ ആലോചിക്കുന്നു, അതെങ്ങനെ ചെയ്യാമെന്നിങ്ങനെ ആലോചിക്കുന്നു. അതിനുശേഷം നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു, അല്ലേ? ഇത് സാധാരണയായിട്ട് നമ്മുടെ ഒരു മാനസിക പ്രക്രിയയാണ്. നമ്മളൊരു പരീക്ഷ ഹാളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്ന, അല്ലെ, മൈക്രോ സെക്കൻഡിൽ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ ഒരു കാര്യമാണ്. അത് നമ്മളൊന്ന് ടാബുലേറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ടോപ്പിക്കിലേക്ക് കയറുന്നു, അല്ലെ? ക്വസ്റ്റ്യൻസ് എന്താണ് പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ടോപ്പിക് ആലോചിക്കുന്നു, അതിനുള്ള വഴികൾ ആലോചിക്കുന്നു, ആൻസറിലേക്ക് എത്തുന്നു. മക്കളെ, ഞാനിവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിലോ, ക്വസ്റ്റ്യനെ പറ്റി കൃത്യമായിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടോപ്പിക്കും കണ്ടെത്താൻ കഴിയില്ല, അതിനുള്ള വഴിയും കണ്ടെത്താൻ പറ്റില്ല, ആൻസറും കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടുന്നാണ് ശരിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻസുകളെ പറ്റി നമ്മൾ പഠിക്കണം, അല്ലെ? ക്വസ്റ്റ്യൻസുകളെ, ചോദ്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അത് ടഫ് ആകുന്നത്. ആദ്യത്തെ ഇൻഫർമേഷൻ, അല്ലെ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിനെ പറ്റി പഠിക്കുന്നു. ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ തരത്തിലുണ്ട്, നമ്മൾ നേരിടാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസുകളെ പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, 3 ടൈപ്പ് ആക്കാം. ഒന്ന്, കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഞാൻ പറയാം. രണ്ടാമതായിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ പറയാം. മൂന്നാമതായിട്ട് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 3 ടൈപ്പുകളാണ്. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസുകളെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും മക്കളെ, അല്ലെ? ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ അതിനെ ഒന്നുകൂടി എന്താണ് കീറി മുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസുകൾ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ ഇതെന്താണ് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. മക്കളെ, കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലകൾക്ക് പച്ച നിറം കാണാനുള്ള കാരണം എന്താണ്, അല്ലെ? ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് പഠിച്ച ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഇലകളെ പറ്റിയും ഇലകൾക്ക് പച്ച നിറം അല്ലെങ്കിൽ നിറം നൽകുന്ന ആ ഒരു വർണ്ണകത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്നവർക്ക് മാത്രമേ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ മനസ്സിലാവൂ. അതായത് നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ കെമിസ്ട്രിയിൽ നമുക്ക് ഇഷ്ടമാതിരി ക്വസ്റ്റ്യൻസുകൾ കാണാം. അതേപോലെ തന്നെ ഫിസിക്സിലും ബയോളജിയിലും മാത്സിലും ഒക്കെ കാണാം. നമ്മൾ പഠിച്ചിരിക്കുന്ന വസ്തുവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എന്താണ് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനുകൾ കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് റീകോൾ, റിലേറ്റഡ് ഡെഫിനിഷൻ ആൻഡ് ലോ തിയറി. നമ്മൾ കൃത്യമായിട്ട് ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്, അതുമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ പറ്റി ഓർക്കുക. ഒന്ന്. ഇനി രണ്ടാമതായിട്ട് റൈറ്റ് കീ പോയിന്റ്സുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ ഒന്ന് എഴുതി വെക്കാം. മൂന്നാമതായിട്ട് ഫ്രെയിം ദ ആൻസറിലേക്ക് വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ മക്കളെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കെമിസ്ട്രി പറയുകയാണെങ്കിൽ, ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു, എന്തുകൊണ്ട്? അപ്പൊ ആ ബലൂണിന്റെ അകത്ത് എയർ ആണെന്ന് നമുക്കറിയാം, അതിന്റെ വോളിയം കൂടുന്നതെന്നറിയാം, പുറമേ നിന്ന് വരുന്നത് ചൂടാണെന്നറിയാം. അപ്പൊ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഏതിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ചാൾസ് നിയമമാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഹിന്റുകളെ, നമുക്ക് തന്നിരിക്കുന്ന സൂചനകളെ ഒക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പരിപാടിയാണ് എന്ത്, ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണം. ആദ്യമായിട്ട് വായിക്കുക, അതിൻ്റെ കീ പോയിന്റ്സുകൾ ഒന്ന് സൈഡിലൊന്ന് എഴുതി വെക്കുക. ആ കീ പോയിന്റ്സുകൾ എഴുതി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അതാണ് കൺസെപ്ച്വൽ ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ന്യൂമറിക്കൽ ടൈപ്പ്. ഇത് സാധാരണയായിട്ട് കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിൽ കുറവാണ്, മാത്സിലൊക്കെയാണ് നമുക്ക് സംഖ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലാണെങ്കിൽ മോൾ കൺസെപ്റ്റ്, 9ാം ക്ലാസ്സിലാണെങ്കിൽ മാസ് കണ്ടുപിടിക്കാനുണ്ടാവും അല്ലെ, 8ാം ക്ലാസ്സിലാണെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുണ്ടാവും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ന്യൂമറിക്കലിലാണ് വരിക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ, റൈറ്റ് ഗിവൺ ഡാറ്റ, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. അതിനുശേഷം ഐഡന്റിഫൈ ദ ഫോർമുല ഓർ റിലേഷൻ, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസുകൾ ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതുക, അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഫോർമുല ഉണ്ടാവും നമ്മൾ പഠിച്ചത്, അത് എഴുതുക. അങ്ങനെ കൃത്യമായിട്ട് ആ ഫോർമുലയിലേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റെപ്പ്. മനസ്സിലാവുന്നുണ്ടല്ലോ മക്കളെ? റെഡി. മൂന്നാമതായിട്ട് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുകളാണ്, ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഒന്നും നോക്കാനില്ല, നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. അതായത് ന്യൂട്ടന്റെ 3rd ലോ നമുക്കൊന്നും നോക്കാനില്ല, ജൂൾസ് ലോ അല്ലെ, മാസ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്, ആൻഡ് വാട്ട് ഈസ് എലമെന്റ്സ് ആൻഡ് വാട്ട് ഈസ് മോളിക്യൂൾസ് എന്നൊക്കെ പറയുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഈ 3 ടൈപ്പിലുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് എഴുതാനുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ എഴുതി കഴിഞ്ഞതും ഇത് തന്നെയാണ്. അയ്യോ സാറേ ഞങ്ങൾ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ടഫ് ആണെന്ന് ഫീൽ ചെയ്യുന്ന ഒരു ചോദ്യമാണ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യനും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും. ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് തന്നെ ചെയ്യണം കേട്ടോ. കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, നമുക്ക് തന്നിരിക്കുന്ന കുറേ ഡാറ്റകൾ ആ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. ആ ഡാറ്റകൾ ഇങ്ങനെ എടുത്തു വെച്ച സാധനം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും. പണ്ട് നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് കളിക്കുടുക്കയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഓരോ നമ്പറിൽ ഇങ്ങനെ എന്താണ് കളർ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു രൂപമായിട്ട് വരും. ഇതേപോലെ തന്നെ ഓരോ ഡാറ്റകൾ ഇങ്ങനെ എടുത്തു വെച്ച് ഓരോ വസ്തുതകൾ, ക്വസ്റ്റ്യൻസിലെ ഓരോ വസ്തുതകൾ ഇങ്ങനെ എടുത്തു വെച്ച് വരുമ്പോൾ അത് നമ്മൾ പഠിച്ച ഒരു വലിയ ഒരു സംഭവമായിട്ട് ബന്ധമുണ്ടാവും. അത്തരം ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് തന്നെ ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് ന്യൂമറിക്കൽ അല്ലെ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റകളൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് വരുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഓർമ്മ വേണം. അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് തിയററ്റിക്കലിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസുകളുമാണ് ശരിക്കും നിങ്ങൾക്ക് പരീക്ഷകളിൽ കണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും സ്വഭാവം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതിന് എന്തൊക്കെ ചെയ്യണമെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എഡ്യൂപോർട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകളൊക്കെ ഉള്ളത്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും സ്വഭാവം അറിഞ്ഞുകൊണ്ട്, ഓരോ ക്വസ്റ്റ്യൻസിന്റെയും മാർക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരും എക്സാമുകളിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.